മനുഷ്യ സ്നേഹത്തിന്റെ മഹായിടയന് വിട. കത്തോലിക്ക സഭയെ വിപ്ലവകരമായി പരിഷ്കരിച്ച ഫ്രാൻസിസ് പാപ്പയെ ഓർക്കുകയാണ് ലോകമെമ്പാടും. ലോക സമാധാനത്തിനും പാർശ്വവൽകൃതരുടെ അവകാശങ്ങൾക്കുമായ ശ്രാന്തം പരിശ്രമിച്ച മഹാമനുഷ്യൻ വിടവാങ്ങുന്നത് പ്രതീക്ഷ എന്ന 3 അക്ഷരം ബാക്കി വെച്ചാണ്. ഫ്രാൻസിസ് പാപ്പയ്ക്കുള്ള ആദരമാണ് ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈമിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മുൻ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. ഒപ്പം കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അദ്ദേഹം പങ്കുചേരുമ്പോൾ മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പങ്കെടുക്കുന്നു. ഫാദർ പോൾ തേലക്കാട്ട് KCBCയുടെ മുൻ വക്താവ്, അതുപോലെ തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വത്തിക്കാനിൽ നിന്ന് ഡോക്ടർ ഷൈൻ, ഗുരുരത്നം ജ്ഞാനതപസ്യ ശാന്തിഗിരി ആശ്രമത്തെ പ്രതിനിധീകരിച്ച് VP ഷുഹൈബ് മൗലവി, അദ്ദേഹം പാളയം ഇമാമാണ്. അങ്ങനെ വിവിധ മത നേതാക്കളും മതാചാര്യന്മാരും ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിക്കാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ആലഞ്ചേരി പിതാവെ, അങ്ങ് 2013 പാപ്പൽ കോൺക്ലേവിൽ ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ പങ്കെടുത്ത ഒരാളാണ്. 2013 മുതൽ ഇങ്ങോട്ടുള്ള ഒരു വ്യാഴവട്ടക്കാലം 12 കൊല്ലം സഭയെ സംബന്ധിച്ച് എന്തായിരുന്നു, എന്ത് കോൺട്രിബ്യൂഷനാണ് ഫ്രാൻസിസ് പാപ്പ ആഗോള കത്തോലിക്ക സഭയ്ക്കും ലോക സമൂഹത്തിനുമായി നൽകിയിട്ടുള്ളത്? ഫ്രാൻസിസ് പാപ്പ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും മെത്രാനെടുത്ത ശുശ്രൂഷയിലും സുവിശേഷത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടുള്ള ചിന്തകളും പ്രവൃത്തികളും തൻ്റെ ജീവിതത്തിലും നടപ്പിൽ വരുത്തിയവനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ക്രൈസ്തവ ദർശനമുണ്ട്. അത് പൊതുവേയുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതും എന്നാൽ തൻ്റേതായ കഴിവുകളും തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വരങ്ങളും ദാനങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് നിർവഹിച്ചത്. ആ ഒരു സവിശേഷത ഈ ആധുനിക കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ സ്വന്തമായ പ്രത്യേകതകളോടുകൂടി അദ്ദേഹം ജീവിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യപ്പെടുത്തലിൻ്റെ രത്നച്ചുരുക്കമായിട്ട് ഒരു വാക്കിൽ നമുക്ക് പറയാം, കാരുണ്യം, മെഴ്സി എന്ന വാക്കാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈനംദിന ജീവിതത്തിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഈ ഒരാഭിമുഖ്യം നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായിരിക്കണമെന്ന് പാപ്പ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ വർഷങ്ങളിൽ പറയുമായിരുന്നു, ദ ചർച്ച് ഈസ് പുവർ ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ പുവർ. സഭ ദരിദ്രയാണ്, സഭ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ സാവോ പൗളോയിലെ കർദിനാൾ ഹ്യൂഗസ് അദ്ദേഹത്തോട് പറഞ്ഞു, പാവങ്ങളെ മറക്കരുതെന്ന്. അദ്ദേഹം എടുത്ത പേര് തന്നെ ഫ്രാൻസിസ് അസീസിയുടേതാണ്. ദാരിദ്ര്യത്തിൻ്റെ ആൾരൂപമായ ഫ്രാൻസിസ് അസീസി സമർപ്പിത ജീവിതത്തിൽ തൻ്റെ ദാരിദ്ര്യവും അനുസരണവും അതുപോലെ തന്നെ ബ്രഹ്മചര്യവും എല്ലാം ശക്തമായി പാലിച്ചിരുന്ന ഒരു സന്യാസി. പ്രകൃതിയെ സ്നേഹിച്ചവൻ, പ്രകൃതി ഗായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സഹോദരീ സഹോദരന്മാരായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. സൂര്യൻ സഹോദരൻ, ചന്ദ്രൻ സഹോദരി, കഴുത സഹോദരി, കുതിര സഹോദരൻ, ഇങ്ങനെയെല്ലാം അങ്ങ് വിളിച്ചിരുന്നു. അതുപോലെ ഈ പ്രകൃതി വസ്തുക്കളോടുള്ള ഈ അടുപ്പം ഈ പാപ്പായിൽ നമുക്ക് കാണാം. ഏതായാലും ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ ഉടമയായിരുന്നു പാപ്പ. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാരുണ്യത്തിൻ്റെ പാപ്പ എന്നായിരിക്കാം ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത്, ദ പോപ്പ് ഓഫ് മേഴ്സി. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടും പീഡിപ്പിക്കപ്പെടുന്നവരോടും അഭയാർത്ഥികളോടും അഗതികളോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവും സാമീപ്യവും ഒന്ന് പ്രത്യേകമാണ്. ആദ്യം ചാർജ് എടുത്ത വർഷങ്ങളിൽ ഒരിക്കൽ നടുപാതിരായിക്ക് ആ വത്തിക്കാനിലെ പാതയോരങ്ങളിൽ ഉറങ്ങുന്നവർക്ക് വേണ്ടി കമ്പിളിപ്പതുപ്പ് വിതരണം ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു മുൻസിഞ്ഞോറുമായിട്ട് പോയത് പത്രത്തിൽ വന്ന സംഭവമാണ്. പാവങ്ങളെ എപ്പോഴും കൂട്ടത്തിൽ നിർത്തിയിരുന്നവനാണ് പാപ്പ. പറയുകയല്ല, പറയുന്നത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. റോഹിംഗ്യ അഭയാർത്ഥികൾ മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലെത്തിയപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്നും പണം സമാഹരിച്ച് അദ്ദേഹം കൊടുത്ത കാര്യം അന്നത്തെ അവിടുത്തെ നൻഷ്യോ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കോച്ചേരി പിതാവിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയും എത്തി മനുഷ്യരോടുകൂടി ആയിരിക്കുക,
പാവപ്പെട്ടവർക്കും മറ്റു രീതിയിൽ ഓരോ രീതിയിൽ ദുഃഖങ്ങളിലായിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുക പാപ്പായുടെ ഒരു പ്രകൃതമായിരുന്നു. തീർച്ചയായും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, സഭയിൽ എല്ലാവരും ഒന്നിച്ച് നടക്കണം, ആരും മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ച് നടക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ കൂട്ടുകാരൻ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതിന് അദ്ദേഹം നല്ല സമറിയാക്കാരൻ്റെ ഉപമ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ, ഇതെല്ലാം അദ്ദേഹം എടുത്തുദ്ധരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ജനസമ്പർക്കത്തിൻ്റെയും പാവങ്ങളോടുള്ള പ്രത്യേകമായ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി തൻ്റെ ദൈവത്തെ ഒഴിഞ്ഞു വയ്ക്കുന്ന ഒരു മാതൃകയുടെയും പ്രതീകമാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് ഇടപഴകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത പലരും കാണിക്കാത്ത ധൈര്യം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം വത്തിക്കാനിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിച്ച് അവരുടെ കൈമുത്തി കണ്ണീരണിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സുഡാനിൽ വലിയ സിവിൽ വാർ നടക്കുന്ന സമയത്ത് അവിടുത്തെ നേതാക്കളുടെ കാലിൽ വീണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, സമാധാനത്തിന് വേണ്ടി യാചിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ മതപരമായ അല്ലെങ്കിൽ ആചാരപരമായ പ്രവൃത്തികൾക്കപ്പുറത്ത് ലോക സമാധാനത്തിനു വേണ്ടി, അതുപോലെ തന്നെ അഭയാർത്ഥികൾക്ക് വേണ്ടി, കുടിയേറ്റക്കാർക്ക് വേണ്ടി, എവിടെയൊക്കെ അടിച്ചമർത്തപ്പെടുന്നവരുണ്ടോ അവർക്കെല്ലാം വേണ്ടി നിലകൊണ്ട അഭൂതപൂർവമായ ഒരു മാതൃക കൂടി കാണിച്ചിട്ടുണ്ട്. അതൊരു വലിയ വെളിച്ചം സഭയ്ക്ക് പകരുന്നുണ്ടോ? അതിന് തുടർച്ച ഉണ്ടാകുമോ? തീർച്ചയായിട്ടും തുടർച്ചയുണ്ടാകും. ഓരോ കാലത്തും നമുക്ക് ലഭിക്കുന്ന പാപ്പാമാരുടെ തുടർച്ചയാണ് പിന്നാലെ വരുന്ന പാപ്പാമാർ. ഒരു കാലഘട്ടത്തിന് യോജിച്ച ഊന്നലുകൾ ഒരു പാപ്പായുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിന് ആവശ്യകമായിരിക്കുന്ന ഊന്നലുകളെന്ന് തൻ്റെ സ്വതസിദ്ധമായ കഴിവുകളുടെയും ദാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പാപ്പ ഇങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചു. അത് വിജയിച്ചു എന്നുള്ളതാണ് വസ്തുത. ദർ വാസ് എ സേയിങ് ഇൻ റോം, പോപ്പ് ഫ്രാൻസിസ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവചനാതീതനാണ്. അദ്ദേഹം കാണിക്കുന്ന ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള അടയാളങ്ങൾ, ജീവിതത്തിലെ പ്രത്യേകമായിട്ടുള്ള ചില പ്രവർത്തന രീതികൾ, അത് ജനങ്ങളെ ചിന്തിപ്പിക്കും. ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉടനടി അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അദ്ദേഹം അതിന് വ്യാഖ്യാനം കൊടുക്കുകയും മറ്റുള്ളവരുടെ ചർച്ചകളിലൂടെ അത് വ്യക്തമാകുകയും ചെയ്യും. അതാണ് കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്നതും അതുപോലെ തന്നെ രോഗങ്ങളാലോ മറ്റു രീതിയിലോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചെന്ന് ആശ്ലേഷിച്ച് അവർക്ക് ചുംബനം കൊടുക്കുന്നതിലുമൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു ആന്തരിക ദർശനത്തിൻ്റെ പ്രായോഗികതയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സുവിശേഷത്തിൻ്റെ തനതായ രൂപവും ഭാവവും തൻ്റെ പാപ്പ ശുശ്രൂഷയിലൂടെ ഈ ലോകത്തിൽ പ്രകാശിതമാക്കിയവനാണ് ഫ്രാൻസിസ് പാപ്പ. അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. ഒരുപക്ഷെ ചരിത്രത്തിൽ അദ്ദേഹം കാരുണ്യത്തിൻ്റെ പാപ്പ എന്നറിയപ്പെടുമായിരിക്കും. തീർച്ചയായും അദ്ദേഹത്തിന് നല്ല ദൈവശാസ്ത്രജ്ഞാനവും മാനവശാസ്ത്രങ്ങളിലുള്ള അറിവും ഉണ്ടായിരുന്നു. എന്നാൽ അത് ബുദ്ധി കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ സന്ദേശങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഫ്രാൻസിസ് പാപ്പായ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അത് തീർച്ചയായിട്ടും ലോകം സന്തോഷത്തോടെ കാണുന്നു. സഭാമക്കൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജനതകളും. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങ് ദയവായി തുടരണം, ഞാൻ വരാം. ഇപ്പോൾ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ പരിശുദ്ധ കത്തോലിക്ക ബാവ നമ്മോടൊപ്പമുണ്ട്. ഒരു സഹോദര സഭ എന്നുള്ള നിലയിൽ ഓർത്തഡോക്സ് സഭ പോപ്പിന്റെ വിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം ഫ്രാൻസിസ് പാപ്പ മുന്നോട്ട് വെച്ചിട്ടുള്ള ദർശനങ്ങൾ അത് കത്തോലിക്കർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒന്നല്ല, ലോകത്തിന് മുഴുവൻ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹം ഒരു സ്നേഹത്തിന്റെ വലിയ സന്ദേശം എല്ലാ മനുഷ്യർക്കുമായി നൽകിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാ വിഭാഗീയതകൾക്കും യുദ്ധങ്ങൾക്കും എതിരായിരുന്നു. ചോര ചൊരിച്ചിൽ ഒഴിവാക്കാൻ അദ്ദേഹം എടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ ഈസ്റ്റർ സന്ദേശത്തിൽ പോലും അദ്ദേഹം വെടിനിർത്തലിനെ കുറിച്ചും ഇസ്രായേലുകാരുടെയും പലസ്തീൻകാരുടെയും സമാധാനത്തെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മനുഷ്യ സ്നേഹം മുന്നോട്ട് വെച്ച ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദേഹവിയോഗം കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഒരു തീരാ നഷ്ടമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയിൽ മാത്രമല്ല മനുഷ്യവർഗത്തിന് മുഴുവനായി അവതരിക്കപ്പെട്ട ഒരത്ഭുതമാണെന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല. കാരണം
ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിഭാഗതയുടെയും വർഗീയവൽക്കരണത്തിൻ്റെയും അതുപോലെ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളുമല്ല, നേരെ മറിച്ച് സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയുമായിരിക്കുന്ന ഒരു മാനവികതയാണ് നമുക്കുണ്ടാകേണ്ടത്. ആ മാനവികതയുടെ ഒരു വലിയ പ്രവാചകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു അത്ഭുതമായി ഇവിടെ വന്നു തീർന്നു എന്നുള്ളത് ലോകത്തിന് മുഴുവനും വലിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു. എവിടെയെല്ലാം ആളുകൾ കഷ്ടത അനുഭവിക്കുന്നുവോ അവരുടെ കൂടെയാണെന്നും അദ്ദേഹം ഉന്നതമായ ചിന്തകൾ അദ്ദേഹം വിനയത്തിൽ നിന്നാണ് രൂപപ്പെടുത്തിയത്. വിനയത്തിൻ്റെ ഭാവത്തിൽ വിനയ സ്വഭാവത്തോടുകൂടെ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയും. മറ്റൊരു ക്രൈസ്തവ സഭ എന്നുള്ള രീതിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുമായി അദ്ദേഹത്തിന് വലിയ ഉറ്റബന്ധമായിരുന്നു. അനേക പ്രാവശ്യം അദ്ദേഹത്തെ കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും വിനയാന്വിതനായി സഭയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ സ്നേഹത്തിലും സമാധാനത്തിലും സഭകൾ ഒന്നായി പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്നേഹിതൻ എന്നുള്ള രീതിയിലാണ്. ജയിലിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാനും അതുപോലെ രോഗത്തിലുള്ളവരെ കാണുവാനും മന്ദബുദ്ധികളും വികലാംഗരുമായവരെ ചേർത്ത് പിടിക്കുവാനും കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം തൻ്റെ ആ സ്നേഹ വലയത്തിനുള്ളിലാക്കുവാനും ഇതൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒരു വലിയ അത്ഭുതകരമായ പ്രവർത്തനമാണ് എന്ന് സംശയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് ഈ ലോകത്തിന് തന്നെ മുഴുവനായി നൽകിയ ഒരു വരദാനമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ലോക ചരിത്രത്തിൽ സഭാ നൗകിക്കെല്ലാം നല്ല ഒരു കപ്പിത്താനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ അത് തുടർന്നു കൊണ്ടുപോകുവാൻ ക്രൈസ്തവ സഭകൾക്കെല്ലാം സാധിക്കണം. സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഭ ഐക്യത്തിൻ്റെ തുറമുഖത്ത് എത്തുവാൻ തക്കവണ്ണം അദ്ദേഹം തുടങ്ങി വെച്ചതായ ആ കപ്പലോട്ടം തീർക്കുവാനായിട്ട് നമുക്ക് ക്രൈസ്തവർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ആ നല്ല മാതൃക നമുക്ക് ഇന്ന് ഭൗതികമായി നഷ്ടപ്പെട്ടു പോയി എങ്കിലും അദ്ദേഹം ഇന്ന് ഈ തിരശ്ശീലയ്ക്കപ്പുറമായിട്ടിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ഈ സഭ നടക്കുന്നതിന്, ക്രൈസ്തവ സഭ നടക്കുന്നതിന് മാത്രമല്ല ഈ സമൂഹം മുഴുവനുമാകുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഗാസയിലും ഉക്രൈനിലും കഷ്ടപ്പെടുന്ന നിർദോഷികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് കണ്ണീരൊഴുക്കി അദ്ദേഹത്തിൻ്റെ കണ്ണീര് നിഷ്ഫലമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കേൾക്കുവാനും കാണുവാനും ഉള്ളതായ ഒരു മനസ്സ് ഈ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ലോകത്തിലെ നേതാക്കൾക്ക് ഇതിൻ്റെ എല്ലാം ഈ അക്രമങ്ങളുടെയും ഈ യുദ്ധങ്ങളുടെയും ഒക്കെ പിന്നിൽ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ മനസ്സ് തുറക്കട്ടെ, അവരുടെ കണ്ണ് തുറക്കട്ടെ. അവർക്ക് അത്തരത്തിൽ ലോകത്തിന് നല്ല ഒരു സാക്ഷ്യം കൊടുക്കുവാനുള്ള, സമാധാനത്തിൻ്റെ സാക്ഷ്യം കൊടുക്കുവാനുള്ള അവസരമുണ്ടാവട്ടെ. അത് മാർപ്പാപ്പായുടെ ജീവിത ലക്ഷ്യത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കുവാനിടയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അനുശോചിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരോടും മാലാഖമാരോടും കൂടിയുള്ള ഒരു ആശ്വാസവും വാസവും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. മറ്റു പാനലിസ്റ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആലഞ്ചേരി പിതാവിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. മാർ ജോർജ് ആലഞ്ചേരി, ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചും ഫ്രാൻസിസ് പാപ്പയിൽ ഒരു മാതൃകയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സഭ തന്നെ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചതിൽ ഓർക്കുന്നു, അദ്ദേഹം ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള വെറുപ്പുകളോടും അകലം പാലിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് ഒരു യഥാർത്ഥ വിശ്വാസി പിന്തുടരരുത് എന്നും പറയുന്നുണ്ട്. ഓൺലൈൻ വഴി, അതായത് ഈ സൈബർ മാധ്യമങ്ങൾ വഴി വെറുപ്പ് വിതയ്ക്കുന്നതിനെ, വിഭാഗീയത വിതയ്ക്കുന്നതിനെ തന്നെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം. ഈ തെറ്റായ പ്രചരണങ്ങളൊക്കെ നടത്തുകയും അതുവഴി സമൂഹത്തിൽ കാലുഷ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമൊക്കെ. അപ്പോൾ ഈ സഭ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനപ്പുറത്ത് ഓരോ ക്രൈസ്തവനും വിഭാഗീയതയും വെറുപ്പും ഒക്കെ വെടിഞ്ഞ് ഏറ്റവും നല്ല ക്രൈസ്തവിക മൂല്യങ്ങളിൽ വിശ്വസിക്കണമെന്ന ഒരു മഹാമാതൃക കൂടി പകർന്നു നൽകുന്നുണ്ടല്ലോ പാപ്പ. ആ സന്ദേശം
എല്ലാ ക്രൈസ്തവരും ഉൾക്കൊള്ളും എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടി സഭ ആഹ്വാനം ചെയ്യുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് എല്ലാ സഭകളുടെയും ഉള്ളിലുള്ള ആഗ്രഹം. പ്രായോഗികതയിൽ നമ്മൾ പരാജയപ്പെടുത്തുമെന്നതാണ് വസ്തുത. അതുകൊണ്ട് ഈ ഒരു സന്ദേശം നൽകിയ പാപ്പായുടെ മാതൃക തീർച്ചയായിട്ടും സഭകളുടെ പ്രധാന ശുശ്രൂഷകരെ സ്വാധീനിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം വെറുപ്പിനും വിദ്വേഷത്തിനും കടുത്ത എതിർപ്പ് തൻ്റെ ചാക്രിക ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും പ്രകടമാക്കിയിട്ടുണ്ട്. വെറുപ്പും വിദ്വേഷവും ക്രൈസ്തവതയ്ക്ക് ചേർന്നതല്ല. കാരണം സ്നേഹമാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് കാരുണ്യം എന്നൊക്കെ അദ്ദേഹം വളരെയേറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സ്നേഹത്തിന് അതിരുകളില്ല, അളവുകളില്ല. അത് ദൈവത്തിൻ്റെ സ്നേഹം പോലെ കൂടുതലായിട്ട് മനുഷ്യ സമൂഹത്തിലേക്ക് ഒഴുകണം. മാനുഷികതയുടെ കൂടെ ക്രൈസ്തവതയും ചേരുന്നതാണ് ക്രൈസ്തവൻ്റെ ജീവിതമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നെങ്കിലും ഹൃദയം കൊണ്ടാണ് അത് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നതും ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പ സവിശേഷമായ പാപ്പാ ശുശ്രൂഷയുടെ ഒരു മാതൃക ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ഇനി ഇതിന്മേലായിരിക്കും വരുന്ന പാപ്പാമാർ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന കാലങ്ങളിലെ വെല്ലുവിളികൾക്ക് മറുപടി കൊടുക്കുന്നതും അതിനുവേണ്ടി ജീവിക്കുവാൻ പ്രേരിതരാകുന്നതും. തീർച്ചയായിട്ടും നമ്മൾ ഈ സന്ദേശം ഉൾക്കൊള്ളണം. അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൻ്റെ പ്രായോഗികത എല്ലാവരോടും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലോക നേതാക്കന്മാരോട് അവർ യോജിച്ചില്ലെങ്കിലും പറയാനുള്ള അദ്ദേഹം തുറന്നു പറയുമായിരുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ രാജ്യങ്ങളിലൊന്നായ ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താവിനോട് പറഞ്ഞു, മതിലുകൾ കെട്ടുന്നതിലല്ല മനുഷ്യ സമൂഹത്തിൻ്റെ നന്മ അടങ്ങിയിരിക്കുന്നത്, പിന്നെയോ മതിലുകൾ പൊളിക്കുന്നതിലാണ് എന്ന് വെച്ചാൽ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുകയും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും മനുഷ്യ സമൂഹത്തിൻ്റെ പൊതു നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ഈ വിശാലമായ വീക്ഷണം അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി. അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവരത് പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള വൈദിക മേലധ്യക്ഷന്മാരും വൈദികരും സമർപ്പിതരും ക്രൈസ്തവ വിശ്വാസികളെല്ലാവരും ഈ പാപ്പായുടെ മാതൃകയിൽ തങ്ങളുടെ കുടുംബജീവിതവും പൊതുജീവിതവും സഭാജീവിതവും എല്ലാം കരുപ്പിടിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പാപ്പ എല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടിരുന്നത്. പ്രതീക്ഷയുടെ വർഷമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ മരണമടയുന്നത്. തീർച്ചയായിട്ടും തൻ്റെ പാപ്പ എന്നുള്ള ശുശ്രൂഷ സഫലമായിരുന്നു. സഫലം ഈ ജീവിതമെന്ന് നമ്മൾ സാധാരണ പറയുന്നതിൽ കവിഞ്ഞ് പാപ്പായെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഞാൻ എൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും സ്നേഹപൂർവ്വം വിനയത്തോടുകൂടി സമർപ്പിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യാനായിട്ട് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിലും കർദിനാൾ എന്നുള്ള നിലയിലും സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെല്ലാം എപ്പോഴും സഹമെത്രാന്മാരോടും അധികാരികളോടും എല്ലാം സമഭാവനയോടുകൂടിയായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴേ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം ഹൃദ്യത ഉടനടി ഉണ്ടാകുമെന്നുള്ളതാണ് വസ്തുത. നമുക്ക് അദ്ദേഹത്തെ ഒരു അധികാരി എന്നുള്ള നിലയിലല്ല, ഒരു സഹകാരി, ഒരു സുഹൃത്ത്, ഒരു സഹപ്രവർത്തകൻ, ഒരു നമ്മുടെ അഭ്യുദയകാംക്ഷി എന്നൊക്കെ നിലയിൽ ഉടനടി തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വചസ്സുകളും അതുപോലെ തന്നെ സമീപനങ്ങളും. തീർച്ചയായിട്ടും ഫ്രാൻസിസ് പാപ്പ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടും. അതുപോലെ തന്നെ സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം വരുത്തിയ ധന്യത തുടരാനായിട്ട് നമ്മളെല്ലാവരും തയ്യാറാവണമെന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയും ഞാൻ ഇതോടുകൂടി നടത്തുന്നു. തീർച്ചയായിട്ടും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആ മൂല്യങ്ങളിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് സാധ്യമാണോ? സഭയെ സംബന്ധിച്ച് വിപ്ലവകരമായ വലിയ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പ് വത്തിക്കാനിൽ വന്നത് ഓർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ആത്മകഥയിൽ പാപ്പ പറയുന്നുണ്ട്, ഞാൻ അവരുടെ കൈമുത്തി, അപ്പോൾ അവർ കരഞ്ഞു, ഞാൻ എന്തോ അസാധാരണമായ കാര്യം ചെയ്തതുപോലെയാണ് അവർ പെരുമാറിയത്, അവരും ദൈവത്തിന്റെ മക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് ഒരു ക്രൈമല്ല, അതൊരു ഹ്യൂമൻ ഫാക്ട് മാത്രമാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതിനെതിരെ നിലകൊള്ളുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു വിപ്ലവകരമായ പ്രഖ്യാപനമാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും മനുഷ്യോന്മുഖമായ നിലപാടുകൾ എടുത്തിരുന്നു അദ്ദേഹം. നമുക്കറിയാൻ കഴിഞ്ഞ 12 കൊല്ലം വളരെ നിർണായകവുമാണ്. അപ്പോൾ അതിൽ
തുടരുക, ആ വെളിച്ചം പിന്തുടരുക എന്നുള്ളതല്ലാതെ വേറൊരു സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഇതിൽ നിന്ന് വലിയ വ്യതിയാനം, മാറ്റം വരുത്താൻ ഫ്രാൻസിസ് പാപ്പയെ പിന്തുടർന്നു വരുന്ന മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അത്രമാത്രം ചരിത്രത്തിൽ, മനുഷ്യ മനസ്സാക്ഷിയിൽ, ലോകത്തിന് മുന്നിൽ അത് മുദ്രണം ചെയ്യപ്പെട്ട ഒന്നായി ഫ്രാൻസിസ് പാപ്പയുടെ വ്യതിയാനം മാറിക്കഴിഞ്ഞു. അദ്ദേഹം സംസാരിക്കുമ്പോൾ മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്നാണ്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനല്ല, ക്രിസ്തു തന്നെ, യേശു തന്നെ സംസാരിക്കുന്ന അനുഭവമാണ് ലോകത്തിന് ഉണ്ടായിട്ടുള്ളത്. സുവിശേഷത്തിൽ യേശു ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവരെയൊക്കെ അകറ്റി നിർത്തപ്പെടുന്നവരെ അടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചത്, വിധിക്കാൻ ഞാൻ ആരാണ് എന്നുള്ളത്. ആരെയും വിധിക്കാൻ മാർപ്പാപ്പ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകം ഇവിടെ ഇപ്പോൾ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി, മതിലുകൾ പൊളിക്കുക, പാലങ്ങൾ പണിയുക എന്നുള്ളതായിരുന്നു അത്. ഇവിടെ ഇപ്പോൾ ഈ സമീപകാലത്ത്, എന്നിപ്പോൾ എൻ്റെ തന്നെ ജീവിതകാലം എടുക്കുകയാണെങ്കിൽ നിരവധി മാർപ്പാപ്പമാരുടെ മരണം കണ്ടിട്ടുണ്ട്, പുതിയ പാപ്പാമാരുടെ വരവ് കണ്ടിട്ടുണ്ട്. ചിലരെയൊക്കെ ലോകം വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകം സ്നേഹിച്ച ഒരു പാപ്പായെ ഞാൻ ആദ്യമായി കാണുന്നത്, അല്ല എൻ്റെ ഓർമ്മയിൽ വരുന്നത് ജോൺ 23 വത്തിക്കാൻ സുരകദോസിലൂടെ കത്തോലിക്ക സഭയ്ക്ക് പുതിയ മാർഗദർശനം നൽകിയ അടിമുടി സമൂലമായ നവീകരണത്തിന് കാരണക്കാരനായ പാപ്പയായിരുന്നു. എല്ലാവർക്കും അക്കാലത്ത് ഇഷ്ടമുണ്ടായിരുന്ന, സ്നേഹമുണ്ടായിരുന്ന ജോൺ 23. അതിനുശേഷം നമ്മൾ ജോൺ പോൾ II കണ്ടു. ജോൺ പോൾ II ലോകത്തിന് പ്രിയങ്കരനായ ഒരു പാപ്പ ഉണ്ടാവില്ല എന്ന് നമ്മളന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി ഫ്രാൻസിസിൻ്റെ കാലം വന്നു. ഫ്രാൻസിസ് പാപ്പയുടെ കാലം എന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത രീതിയിൽ സജീവമായ ഒരു കാലമായിരുന്നു. അത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സ്വന്തം ജീവിതത്തിലൂടെ പുതിയ വ്യാഖ്യാനം നൽകി, പുതിയ മാതൃകകൾ നൽകി, അതിനെ ആധുനിക കാലവുമായി അഡാപ്റ്റ് ചെയ്യുന്ന ഒന്നായി അദ്ദേഹത്തിൻ്റെ ആ പേപ്പസി മാറുകയുണ്ടായി. അദ്ദേഹം അഭിപ്രായം പറയാത്ത വിഷയങ്ങളില്ല. ടെലിവിഷൻ ചാനലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഒരു ബൈറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ആധുനിക കാലത്തെ ടെലിവിഷൻ ജേർണലിസം എന്ന് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഈ നാം ജീവിക്കുന്ന ഈ ലോകം, ആ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവൻ്റെ ചോദ്യങ്ങൾ, പ്രതിബന്ധങ്ങൾ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു പേപ്പസി ആയിരുന്നു ഫ്രാൻസിസിൻ്റേത്. അദ്ദേഹം പാപ്പയായി എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ അമേരിക്കയിലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു, ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് പോപ്പ് വന്നിരിക്കുന്നു, ഒരു ഇടതുപക്ഷ പോപ്പ് വന്നിരിക്കുന്നു. ആ പ്രസ്താവനയെ, വിശേഷണത്തെ ഫ്രാൻസിസ് പാപ്പ നിഷേധിക്കാതെ നിവൃത്തിയില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ലവരുണ്ട്, പല നല്ല മനുഷ്യരും അക്കൂട്ടത്തിലുണ്ട് എന്നെനിക്ക് നേരിട്ടറിയാം. ഇടതുപക്ഷ പാപ്പ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ അതിൽ അദ്ദേഹത്തിന് ഒരു പരിഭവവുമില്ല. അദ്ദേഹത്തിൻ്റെ വീക്ഷണം അതായിരുന്നു. ഒടുവിലെ വിശ്വാസികളും വിപ്ലവകാരികളും വിമോചനം എന്ന ഒരു ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് വ്യത്യസ്തമായ പാതകളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അവർ അവിടെ യോജിക്കും, ആ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് യോജിക്കേണ്ടി വരും എന്ന സത്യം, എന്ന തത്വം ഫ്രാൻസിസ് പാപ്പയ്ക്ക് അറിയാമായിരുന്നു. ആ അറിവിൻ്റെ വെളിച്ചത്തിലാണ് മറ്റുള്ളവരുമായി, നിരീശ്വരവാദികളുമായി, വിപ്ലവകാരികളുമായി, കമ്മ്യൂണിസ്റ്റുകാരുമായി ഒക്കെ അദ്ദേഹം സമ്പർക്കവും ബന്ധവും സ്ഥാപിച്ചിരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ക്യൂബയിലെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അവസാനിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത പാപ്പ ഈ മാർപ്പാപ്പയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അതിന് നന്ദി പറയുന്നതിന് വേണ്ടി വത്തിക്കാനിലെത്തിയ ക്യൂബയുടെ അന്നത്തെ പ്രസിഡന്റ് റൗൾഫ്, ഫിഡൽ കാസ്ട്രോയുടെ സഹോദരൻ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഈ പാപ്പ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസിയായി മാറും എന്ന് പറഞ്ഞു. അതാണ് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കുക, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ഉപേക്ഷിക്കാനാവാത്ത, നിർബന്ധമായും അനുകരിക്കേണ്ടതായ ഒന്നാക്കി മാറ്റുക. തീർച്ചയായും അതിൽ അങ്ങേയറ്റം വിജയിച്ചയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്കും ഒപ്പം തേലക്കാട്ട് അച്ഛനിലേക്കും അതുപോലെ തന്നെ ഇമാമിലേക്കും വരാം. ഇപ്പോൾ പരിശുദ്ധ ബാവയ്ക്ക് പോകാനുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഹോപ്പ് എന്ന ആത്മകഥയിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒരു വാചകം ജോൺ പോൾ II ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, ദർ ഈസ് നോ പീസ് വിത്തൗട്ട് ജസ്റ്റിസ് എന്ന്. സമാധാനത്തെക്കുറിച്ച് സഭാ നേതാക്കൾ എല്ലാവരും അല്ലെങ്കിൽ ആത്മീയ നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ പാപ്പ
സമാധാനത്തെക്കുറിച്ച് മാത്രമല്ല നീതിയെക്കുറിച്ചും പറയുന്നുണ്ട്. നീതി ഇല്ലാതെ സമാധാനം ഉണ്ടാകില്ല, ഒപ്പം ഫോർഗിവ്നെസ്സും വേണം, ക്ഷമ നൽകുകയും വേണം എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പൊ നീതിയെക്കുറിച്ച് നിരന്തരം വാചാലനായിരുന്ന ഒരു മഹാമനീഷി വിടവാങ്ങുന്നു നമുക്ക് അദ്ദേഹത്തെ അടയാളപ്പെടുത്താമല്ലോ. നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് എപ്പോഴും നീതി ഉള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അതേ സമയത്ത് നീതി നഷ്ടപ്പെട്ടിട്ട് സമാധാനം ഉണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞില്ല. കാരണം ലോകത്തിലെല്ലാം നീതി നിഷേധം എല്ലായിടത്തും നടക്കുന്നുണ്ട്. വെറുക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരുമായി കുറേ ആളുകൾ ഈ ലോകത്തിൽ ഇന്നുണ്ട്. അത് കുറേ ആളുകളുടെ പ്രവർത്തനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ, വെറുക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കാനുള്ളതായ ധൈര്യം അത് ഉണ്ടായി എന്നുള്ളതാണ്. ആ ധൈര്യമാണ് അദ്ദേഹം ലോകത്തിന് കാണിക്കുന്നത്. നീതി, സമാധാനം ഇത് രണ്ടും പരസ്പരം ബന്ധിതമായിരിക്കുന്നതാണ്. എന്നാൽ അതിനെയെല്ലാം കവിയുന്ന സ്നേഹത്തിൽ കൂടിയായിരിക്കണം ഇതെല്ലാം നമുക്ക് നടപ്പാക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പഠിപ്പിച്ചു. അത് ലോകത്തിനെല്ലാം മാതൃകയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നീതിയുടെ പ്രവാചകനെന്നും സമാധാനത്തിൻ്റെ ദർശകനെന്നും സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വലിയ ഒരു സ്രോതസ്സെന്നും എല്ലാവരും കാണും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എപ്പോഴും നമുക്ക് ഭാവി ജീവിതത്തിൽ എല്ലാ ക്രിസ്തീയ സമൂഹത്തിനും മാത്രമല്ല എല്ലാ മനുഷ്യവർഗത്തിനും മാർഗദീപമാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതാണ് അദ്ദേഹം നൽകുന്ന ഏറ്റവും വലിയ സംഭാവന നമുക്ക് എന്നുള്ളതിന് പ്രത്യേകമായി അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നമുക്കൊരു ചെറിയ ഇടവേള എടുക്കേണ്ടതുണ്ട്. നമുക്ക് കുറെ കൂടി ആഴത്തിലുള്ള എങ്ങനെ പോപ്പ് ലോകത്തിന് മാതൃകയായിരുന്ന കുറെ കൂടി ആഴത്തിലുള്ള ചർച്ചയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കടക്കാം. പാളയം ഇമാം വി പി ഷുഹൈബ് മൗലവി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി പി ഷുഹൈബ് മൗലവി, സഹോദര സമുദായ അംഗം, നേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയൊക്കെ ഫ്രാൻസിസ് പാപ്പയെ ഓർക്കാം? അദ്ദേഹം ഈ 2024 പറയുകയുണ്ടായി, 2014 ഇസ്രയേലിൻ്റെയും പലസ്തീൻ്റെയും നേതാക്കളെ ഷിമോൺ പെരസിനെയും അതുപോലെ തന്നെ മഹ്മൂദ് അബ്ബാസിനെയും ക്ഷണിച്ച് വത്തിക്കാൻ ഗാർഡനിൽ രണ്ടുപേരും കൂടി ഒരു ഒലിവ് ചെടി നട്ടു. ആ ചെടി വളർന്ന് വലിയ മരമായി മാറി, 15 അടി പൊക്കത്തിൽ മരമായി മാറി. പക്ഷെ തോക്കുകൾ ഇനിയും നിശബ്ദമായിട്ടില്ല, ചോരകൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം വന്നിട്ടില്ല എന്ന ഒരു വല്ലാത്ത വൈഷമ്യം അല്ലെങ്കിൽ വല്ലാത്ത ഒരു സങ്കടം അദ്ദേഹത്തിന് ഇന്നലെ ഈസ്റ്റർ സന്ദേശം നൽകുമ്പോൾ പോലും ഉണ്ടായിരുന്നു. സമാധാനം ഉണ്ടായിട്ടില്ല എന്ന വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി, സമുദായങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്താമോ അദ്ദേഹത്തെ? തീർച്ചയായും. ആദ്യമായിട്ട് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ ലോകത്തോടുള്ള എൻ്റെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സഹോദര സമുദായത്തിൻ്റെ ഒരു ആത്മീയ നേതാവ് എന്നതിലുപരിയായിട്ടാണ് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പം ലോകത്തിൻ്റെ തന്നെ ഒരു ആത്മീയ നേതാവ് എന്ന രീതിയിൽ മാർപ്പാപ്പയെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ ക്രിയാത്മകമായി, വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടുവാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ്. അദ്ദേഹം പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്, ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലും തൊട്ട് മുമ്പേ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും ലോകത്തോട് പറഞ്ഞ ഒരു വാക്ക്, അത് ലോകത്തിൻ്റെ മുന്നിൽ, ലോക മനസ്സിൽ അതൊരു പ്രതിധ്വനിയായിട്ട്, ഒരു എക്കോ ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആയുധങ്ങളുടെ ശബ്ദം നിലക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു സംഘർഷമുണ്ടാകുമ്പോൾ, അത് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നമാണെങ്കിലും, അത് റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും, ഈ യുദ്ധഘട്ടങ്ങളിലെല്ലാം തന്നെ നിഷ്പക്ഷവും നീതിപൂർവവുമായ നിലപാട് അദ്ദേഹത്തിന് കൈകൊള്ളാൻ സാധിച്ചിരുന്നു. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ അദ്ദേഹം ഈ രോഗശയ്യയിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം ലോകത്ത് മുഴുവൻ ഓടി നടക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അത് അറബ് രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ലോകത്ത് വലിയ പട്ടിണി അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാർപ്പാപ്പയുടെ നിറസാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല. അദ്ദേഹം വത്തിക്കാനിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു, ലോകത്തുടനീളം അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. നമുക്ക് ലോകത്തെ ചില വ്യക്തികളെ സംബന്ധിച്ച്, ചില മഹത് വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ജീവിതം തന്നെയാണ് സന്ദേശം എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ജീവിതം തന്നെയാണ് സന്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്ക് നമുക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കേണ്ടി വരികയാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം, അദ്ദേഹത്തിൻ്റെ സമർപ്പിത ജീവിതം, ദൈവത്തിന് മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണം തന്നെയും അദ്ദേഹം ഒരു ദൈവ സമർപ്പണമായിട്ടാണ് അദ്ദേഹം കണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്ക് ഇപ്പോഴും പലരും അത് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആഹാരം നിങ്ങളുടേതല്ല. അത് പലരും പറഞ്ഞിട്ടുണ്ട്, അത് പക്ഷേ അത് മാർപ്പാപ്പയുടെ വാക്ക് കൂടിയായിട്ട് അത് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നല്ല. നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തെ, തൊട്ടപ്പുറത്തുള്ള രാജ്യത്ത് പ്രയാസപ്പെടുന്ന ആളുകളില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നത്. അതുപോലെ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വലിയൊരാശയം, തീർച്ചയായും സഹജരോട്, സമസൃഷ്ടികളോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ആ പ്രവാചകന്മാരും മഹാമനീഷികളും ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള വലിയൊരാശയത്തെ ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്ദേശം എന്നാണ് പറയുന്നത്. ഒപ്പം ഫാദർ പോൾ തേലക്കാട്ട്, എത്രമാത്രം വിപ്ലവകരമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകളെന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 12 കൊല്ലം എന്ന്. അത്രയും പരിഷ്കരണാത്മകമായിട്ടുള്ള വിപ്ലവകരമായ നിലപാടുകൾ സഭ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ടോ? സഭ ആസ് എ ഹോൾ ഫ്രാൻസിസ് പാപ്പയുടെ മുഴുവൻ ആശയ ആദർശങ്ങളെയും ഉൾക്കൊണ്ടിട്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ മാർപ്പാപ്പയെക്കുറിച്ച് എൻ്റെ ചിന്ത, അദ്ദേഹം ചരിത്രത്തിൽ ഒഴുകിയ ഒരു വ്യക്തിയല്ലായിരുന്നു, മറിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു. ചരിത്രം സൃഷ്ടിക്കുമ്പോൾ ചരിത്രത്തിൽ കാര്യമായ സ്പന്ദനങ്ങൾ ചരിത്രത്തിലുടനീളമുണ്ടാകും. അതുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു അമാനുഷികമായ വ്യക്തിത്വം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ക്രിസ്തു കാണിച്ച സുവിശേഷമുണ്ട്. അത് മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്ന, മനുഷ്യൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുവിശേഷമായിരുന്നു. ആ സുവിശേഷം അതിൻ്റെ തനിമയിൽ സ്വായത്തമാക്കിക്കൊണ്ട് യേശുവിൻ്റെ പ്രതിപുരുഷനായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ചരിത്രം സൃഷ്ടിച്ച മനുഷ്യനായിരുന്നു. ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങൾ അതീവ ശ്രദ്ധേയമാണ്. അദ്ദേഹം ആർക്കും സ്കാൻഡൽ ഉണ്ടാക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന പ്രസ്താവനകൾ പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് വലിയ ഷോക്ക് പോലെ എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ അരമന പാപ്പാസ്ഥാനത്തിൻ്റെ കുഷ്ഠമാണ് എന്ന്. അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ശക്തമായ വിമർശകനും അദ്ദേഹത്തിൽ അന്തർലീനമായിരുന്നു. അതോടൊപ്പം കാണേണ്ടതാണ്, ചരിത്രത്തിൽ 266 മാർപ്പാപ്പമാർ ഉണ്ടായി. അതിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ 266 അദ്ദേഹം മാത്രമാണ് ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ച ഒരു മനുഷ്യൻ. മറ്റൊരു മാർപ്പാപ്പമാരും ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ചിട്ടില്ല. അത് എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ് വളരെ ചരിത്രപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ചരിത്ര നിർമ്മാണത്തിൻ്റെ ഏറ്റവും മറ്റാർക്കുമില്ലാത്ത ഒരനന്യത. ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വ്യക്തി
മൂന്നാം കുരിശുയുദ്ധക്കാരിൽ ജീവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയാണ് കുരിശുയുദ്ധക്കാരുടെ ഒരു ഭാഷയും സ്വീകരിക്കാതെ, അവരോട് ആരോടും യോജിക്കാതെ, നിയന്ത്രണരേഖ വിട്ട് അങ്ങേ വശത്തേക്ക് പോയി സുൽത്താനെ കണ്ട് സൗഹൃദം സ്ഥാപിച്ച് സുഹൃത്തുക്കളായി തിരിച്ചു വരുന്നത്. ഇത് അന്ന് ചരിത്രം സൃഷ്ടിച്ചതുപോലെ അതുപോലുള്ള ചരിത്രമാണ് ഈ മാർപ്പാപ്പ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അതാണ് സൃഷ്ടിച്ചത്. അതാണ് അദ്ദേഹത്തിന് അനന്യതയായി ഞാൻ കാണുന്നത്. അവിടെ അദ്ദേഹം മറ്റു മതങ്ങളായി, മറ്റ് സംസ്കാരങ്ങളായി എല്ലാം അദ്ദേഹം സൃഷ്ടിച്ച പാലങ്ങളുടെ പണി വളരെ വിചിത്രമാണ്. ആ പാലങ്ങൾ പണിതത് ഭാഷ കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഫ്രാൻസിസ് അസീസി ഒരു കാര്യം വിശ്വസിച്ചിരുന്നു, മറ്റുള്ള മനുഷ്യരുമായി സംസാരിച്ചാൽ ഏത് പ്രശ്നവും പറഞ്ഞു തീർക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച ഫ്രാൻസിസ് അസീസിയെ പോലെ സംഭാഷണത്തിൽ മനുഷ്യൻ്റെ ഭാഷയിൽ വിശ്വസിച്ച ഒരു മാർപ്പാപ്പ ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ്. ഭാഷ കൊണ്ട് എല്ലാം പരിഹരിക്കാനാകും. അതാണ് മാർപ്പാപ്പ 12 വർഷം കൊണ്ട് 14 അറേബ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇസ്ലാം മതവും ഇസ്ലാം വിശ്വാസികളുമായി നല്ല ബന്ധം ഉണ്ടാക്കിയത്. നമുക്കെല്ലാവർക്കും ചരിത്രം വായിക്കുന്നവർക്കും ചരിത്രം ജീവിക്കുന്നവർക്കും അറിയാം. സാമുവൽ ഹണ്ടിങ്ടൺ പറഞ്ഞിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നത് വാർ ഓഫ് സിവിലൈസേഷൻ, നാഗരികതയുടെ യുദ്ധമായിരിക്കും. അത് വെസ്റ്റേൺ രാജ്യങ്ങളും അറബി രാജ്യങ്ങളുമായിരിക്കും എന്നൊക്കെ പച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മാർപ്പാപ്പയാണ് എല്ലാ അറബി രാജ്യങ്ങളിലേക്ക് 14 അറബി രാജ്യങ്ങളിലേക്ക് പോയത്. അതുണ്ടാക്കിയത് ഒരു സ്നേഹമാണ്, സൗഹാർദ്ദമാണ്. അത് നമുക്കുണ്ടാക്കാം, അതിന് മനുഷ്യന് കഴിയും എന്ന് ജീവിച്ച് കാണിക്കുകയും, അതാണ് മാർപ്പാപ്പയുടെ ആത്മകഥയെക്കുറിച്ച് പറഞ്ഞു. അത് ഹോപ്പ് എന്നാണ്. മനുഷ്യനെ ഹോപ്പ്ലെസ് സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കിയാലും അത് അതിജീവിക്കാൻ മനുഷ്യന് കഴിയും. ഈ ഹോപ്പ് എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നു, വിലാപത്തോടെ പറയുന്നു, ഇന്ന് ലോകത്തിൽ 52 രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധം അനുഭവിക്കുന്നത് ആരാണ്? പ്രധാനമായിട്ടും ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളും സ്ത്രീകളും കുട്ടികളുമാണ്. അതോർത്ത് കരയുന്ന ഒരു മാർപ്പാപ്പയാണ്. ആ കരച്ചിലാണ് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ, ലോകമനസാക്ഷിയെ അദ്ദേഹം ഉണർത്തിയത് അവിടെയാണ്. ലോകമനസാക്ഷിയുടെ ശബ്ദമായി മാർപ്പാപ്പ മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിന് ഇടപെടലിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അങ്ങനെ അവഗണിക്കപ്പെട്ട മനുഷ്യർക്ക്, യുദ്ധത്തിൽ പലായനം ചെയ്യുന്ന മനുഷ്യർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് അത്താണി അഭയവുമായി മറ്റു മനുഷ്യർ തീരണമെന്ന് നിർബന്ധത്തോടെ രാഷ്ട്രങ്ങളോട് പറഞ്ഞ ഒരു മാർപ്പാപ്പയാണത്. മുസ്ലിങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രവേശിപ്പിക്കാൻ അദ്ദേഹം എടുത്ത നിലപാട് വളരെ ശ്രദ്ധേയമാണ്. അതിനോട് വിയോജിപ്പുള്ളവരുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ മാർപ്പാപ്പ കണ്ടത് എല്ലാ മനുഷ്യരെയും ആശ്ലേഷിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും സംഭ്രാതൃത്വത്തിൻ്റെയും വിശാലമായ മനസ്സാണ്. ആ മനസ്സോടുകൂടി സംഭാഷണത്തിന് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും എന്ന് സ്ഥാപിച്ച് ആ വഴിയിൽ ചരിക്കണം, സഭ ചരിക്കണം, ലോകം ചരിക്കണം എന്ന് വളരെ താല്പര്യത്തോടെ പറഞ്ഞ് നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് മാർപ്പാപ്പയെ അനന്യനാക്കുന്നത്, മഹത്വമുള്ളവനാക്കുന്നത്. ദൈവം ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനവും കരുണയും പ്രസാദവുമായി ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പയെ. ഈ മാർപ്പാപ്പ ലോകത്തിൽ മാത്രമല്ല സഭയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വിപ്ലവങ്ങൾ. അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം അരമനകളെക്കുറിച്ച്, അവയുടെ കാര്യാലയങ്ങളെക്കുറിച്ച്, ഭരണ സംവിധാനത്തെക്കുറിച്ചൊക്കെ പരുഷമായി സംസാരിച്ചത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പരിപാടിയുടെ പേരാണ് സിനഡാലിറ്റി. 2024 ഒക്ടോബറിൽ അവസാനിച്ച സിനഡാലിറ്റി യോഗത്തിനകത്ത് മാർപ്പാപ്പമാരുടെ സിനഡായിരുന്നു അത്. ആ സിനഡിലേക്കാണ് 97 സാധാരണ ക്രിസ്ത്യാനികളെയും സാധാരണ കന്യാസ്ത്രീകളെയും സാധാരണ സ്ത്രീകളെയും അദ്ദേഹം എല്ലാ വോട്ടവകാശത്തോടുകൂടി നിയമിച്ചതും അവരെയും കേട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന്. ഒരു ചെറിയ കാര്യം ഈ മാർപ്പാപ്പയ്ക്ക് പ്രത്യേകമായുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും ശക്തമായ, ഏറ്റവും ധാർമ്മികമായ ഇന്ദ്രിയം കേൾവിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എല്ലാ അധികാരികളും കേൾക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേൾവിയാണ് ഏറ്റവും വിശുദ്ധമായ മനുഷ്യൻ്റെ കഴിവ്. അത് അപരനെ കേൾക്കാൻ, അന്യനെ കേൾക്കാൻ, സഹോദരങ്ങളെ കേൾക്കാൻ, അന്യരെയും ശത്രുക്കളായി പരിഗണിക്കുന്നവരെയും കേൾക്കുക. അവരെ കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കൽ ഉണ്ടാകുന്നത്, സൗഹാർദ്ദം ഉണ്ടാക്കുന്നത്, സാഹോദര്യം ഉണ്ടാക്കുന്നത്. യുദ്ധങ്ങൾ കേൾക്കാത്ത മനുഷ്യൻ്റെ, ബധിരനാകുന്ന മനുഷ്യൻ്റെ അക്രമമാണ് എന്നും മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് നടക്കുന്നതാണ്. അത് അച്ഛന്മാർ
പാപ്പന്മാരുടെ മാത്രമല്ല, മെത്രാന്മാരുടെ മാത്രമല്ല, ക്ലെരിക്കലിസമാണ് സഭയിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിനാശമെന്ന് ഒരു പച്ചയ്ക്ക് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരു മാർപ്പാപ്പയാണത്. അതുകൊണ്ട് മെത്രാന്മാരും അച്ഛന്മാരും കർദിനാളന്മാരും ഉണ്ടാകുന്നത് ഭരിക്കാനല്ല, സഭയുടെ അംഗങ്ങളെ സേവിക്കാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പരസ്പരം കേട്ട് എല്ലാവരും അൽമായരും അച്ഛന്മാരും കന്യാസ്ത്രീകളുമൊക്കെ ദൈവമക്കളാണെന്നും അവർക്കും ദൈവത്തിൻ്റെ വഴി അറിയുമെന്നും അത് മറ്റുള്ളവർ കേൾക്കാൻ സന്നദ്ധരാകണമെന്നും കേൾവിയില്ലാത്ത സഭാസമൂഹമായാലും ലോകമായാലും അക്രമത്തിൻ്റേതായി മാറുമെന്നും ഒരു സംശയവുമില്ലാതെ പറഞ്ഞ ഒരു മാർപ്പാപ്പയാണ് ഈ കാലത്തോട് വിട പറയുന്നത്. അത് ഈ കാലത്തിൽ സംഭവിച്ച ദുരന്തമായി മാറും എന്ന ആശങ്കയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ദൈവം കനിയട്ടെ, ഇതുപോലുള്ള മാർപ്പാപ്പമാർ ലോകത്തിലേക്ക് തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്ക് വീണ്ടും വരാം. ഇപ്പോൾ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യയുണ്ട്. ശ്രീ ഗുരുരത്നം ജ്ഞാനതപസ്യ ഇതിപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച് മാത്രമല്ല, മാനവികതയിൽ വിശ്വസിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും നഷ്ടമാണ്. അദ്ദേഹം കേവലം മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല കൈകാര്യം ചെയ്തിരുന്നത്, ലോക സമാധാനത്തിനു വേണ്ടി ആകാവുന്ന അത്രയും കാര്യങ്ങൾ ഭരണകൂടങ്ങളെ കൊണ്ടുപോലും ചെയ്യാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ്. എങ്ങനെ ഓർക്കാം ഫ്രാൻസിസ് പാപ്പയെ? ആത്മീയമായ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഇടയിൽ ജീവിക്കുമ്പോഴും അതിന് ഒപ്പം തന്നെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുക, പല കാരണങ്ങളാൽ അരികുവൽക്കരിക്കപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുവാൻ സന്നദ്ധനാവുക, അങ്ങനെയൊക്കെയാണ് മാർപ്പാപ്പ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ സ്ഥാനം പിടിക്കുന്നത്. നേരത്തെയും പല മാർപ്പാപ്പന്മാരെയും കണ്ടിട്ടുണ്ട്. ഞാനും കഴിഞ്ഞ മാർപ്പാപ്പയെ നേരിട്ട് കാണുവാൻ, അദ്ദേഹത്തിന്റെ ആശീർവാദം സ്വീകരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച്. പക്ഷെ ഈ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാഴ്ത്തപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ട്. 2013 അദ്ദേഹത്തെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് പല കാരണങ്ങൾ കൊണ്ട്. ജനങ്ങളുടെ പാപ്പ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഈ പാപ്പയ്ക്ക് മുമ്പും ഈ പാപ്പയ്ക്ക് ശേഷവുമെന്ന് വിശ്വാസത്തെയും അതുപോലെ ആചാരത്തെയും മാനവികതയെയും മനുഷ്യസ്നേഹത്തെയും ഒക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് സ്വന്തം ജീവിതത്തെ വിശേഷിപ്പിച്ചെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചതാണ്. അന്യമതത്തിലുള്ള നമ്മളെ പോലെയുള്ള ആളുകളെ പോലും അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യനാക്കും. അതുപോലെ തന്നെ ഈ സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് പരിഷ്കരണത്തിന്റെ വെളിച്ചം വീശുവാൻ അദ്ദേഹം കാണിച്ച ധൈര്യം, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഫാദറും ഇമാമും ഒക്കെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. തൻ്റെതായിട്ടുള്ള ഒരു പാതയിലൂടെ ജീവിതത്തെ വെട്ടിത്തെളിച്ച് സമൂഹത്തിന് വഴി കാണിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് പാലായനമാണ്. ഒരു കാലത്ത് കുടിയേറിയ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് യുദ്ധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തും. വലിയ സാമ്രാജ്യത്വ ശക്തികളോട് വരെ വാക്കുകൾ കൊണ്ട് പോരടിക്കും. ഇസ്തിരിയിടാത്ത വാക്കുകൾ കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ആത്മീയതയെക്കുറിച്ച് മാത്രമല്ല ലോകത്തോട് സംസാരിക്കും. അദ്ദേഹം ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് സംസാരിക്കും. അതുപോലെ തന്നെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപാകതകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും. വളരെ ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ഒരു വലിയ ഇടയനായിട്ടാണ് അദ്ദേഹം വിശ്വാസികളുടെ ഇടയും ലോകത്തിലുമൊക്കെ യഥാർത്ഥ സ്ഥാനം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ പാപ്പ അല്ലെങ്കിൽ മാനവികതയുടെ പാപ്പ, മനുഷ്യ സ്നേഹത്തിന്റെ പാപ്പ എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കാണുവാൻ സാധിക്കും. ഈശ്വരൻ തന്റെ മക്കളെ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത് അതേ ഒരു സ്നേഹത്തോടെ, അതേ ഒരു വിനയത്തോടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് യഥാർത്ഥ വിനയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മൾ കേൾക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരാളൊരു ചക്രവർത്തിയെ പോലെ അന്തസ്സുള്ളവനും ഒരു ദാസനെ പോലെ വിനയമുള്ളവനുമായിരിക്കണം എന്നുള്ള ദൈവിക വാക്ക് അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിപ്ലവകരമായ നവോത്ഥാന ചിന്തകൾ സമൂഹത്തിൽ
കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ലൈംഗികത പോലുള്ള കാര്യങ്ങളെ കുറ്റകരമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം, അതുപോലെ തന്നെ സ്വവർഗ അനുരാഗം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെയുള്ള കാര്യങ്ങളോട് വരെ സമരസപ്പെട്ട് ലോകത്തെ ആ തരത്തിൽ ചിന്തിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് അങ്ങനെയുള്ള ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു. ദന്തഗോപുരങ്ങളിൽ, മണിമാളികളിൽ, ചില്ലുമേടകളിൽ ഇരുന്നു കൊണ്ട് ആത്മീയതയെക്കുറിച്ച് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, അതാണ് സാധാരണ നമ്മൾ ലോകത്തെ ആത്മീയ പുരുഷന്മാരെ കുറിച്ച് പലപ്പോഴും കാണും. 1998 അദ്ദേഹം ആർച്ച് ബിഷപ്പ് ആകുന്ന സമയം അദ്ദേഹം ആ സ്വന്തം വീടുപേക്ഷിക്കുകയും ഒരു സാധാരണമായ വീട്ടിൽ താമസിക്കുകയും സാധാരണമായി കാറിൽ പോലും സഞ്ചരിക്കാതെ മറ്റുള്ളവർ പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്ന ഗതാഗത കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോവുകയും ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും അങ്ങനെ പല പ്രകാരങ്ങളിൽ നമ്മൾക്ക് മാതൃകയാകുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഫ്രാൻസിസ് എന്ന പേര് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത ധൈര്യത്തോടു. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ള ആത്മീയ നേതാക്കളിൽ നിന്ന് വ്യതിരിക്തനാവുന്നത്. തീർച്ചയായിട്ടും ഈ ഘടകങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്, വ്യക്തമാണ് ആ കാര്യം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ലോകമെമ്പാടും പല രാജ്യങ്ങളിലും വലതുപക്ഷ ഭരണകൂടങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. അമേരിക്കയിൽ ട്രംപാണ്, യൂറോപ്പിൽ പലയിടത്തും ഈ നവ വലതുപക്ഷ സർക്കാരുകളുണ്ട്. അവർക്കെല്ലാം കുടിയേറ്റ വിരുദ്ധത ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക എലമെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ ഗർഭചിത്രം, ഹോമോസെക്ഷുവാലിറ്റി തുടങ്ങിയവയെക്കുറിച്ചുള്ള സാമ്പ്രദായികമായ യാഥാസ്ഥിതികമായ എതിർപ്പ്, ഇസ്ലാമോഫോബിയ, ഹോമോഫോബിയ, ഇതൊക്കെ അതിന്റെ ക്യാരക്ടേഴ്സാണ്. കാര്യം 12 കൊല്ലം ഒരു പോപ്പ് വിപ്ലവകരമായ നയങ്ങളുമായി ഇരുന്നു എങ്കിലും ലോകത്ത് പലയിടത്തും വളരെ യാഥാസ്ഥിതികമായ സാമ്പ്രദായികമായ ഗവൺമെന്റുകളും അവരുടെ നയങ്ങളും നടപ്പാവുകയാണ്. അമേരിക്കയിലെ ട്രംപ് ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണവുമാണ്. അപ്പോൾ പോപ്പ് നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ലോകം മാറുന്നു എന്ന് നമുക്ക് പറയാമോ? അല്ല, പോപ്പിൻ്റെ നിലപാട് കൊണ്ട് ലോകം മാറുന്നു അല്ലെങ്കിൽ മാറും എന്ന് പറയാൻ കഴിയില്ല. പണ്ട് നെപ്പോളിയൻ വളരെ പ്രസിദ്ധമായി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാർപ്പാപ്പയ്ക്ക് എത്ര ഡിവിഷൻ പട്ടാളമുണ്ട് എന്ന്. മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വിസ് ഗാർഡുകൾ ഉണ്ട് എന്നല്ലാതെ ഒരു ഡിവിഷൻ പട്ടാളവുമില്ല, ഒന്നുമില്ല, പോലീസ് പോലുമില്ല. പക്ഷേ മാർപ്പാപ്പയുടെ ശബ്ദം അത് ലോകം മുഴുവൻ ശ്രദ്ധയോടെ ശ്രവിക്കുന്നത് അതിൻ്റെ ആ ധാർമ്മികമായ കരുത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് സ്വന്തം അജഗണത്തിന് വേണ്ടിയാണ്. ഇടയൻ്റെ ശബ്ദമാണ്. നല്ല ഇടയൻ ആടുകളുടെ ഗന്ധം അറിയുന്നവരാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആധുനിക കാലത്ത് വാസ്തവത്തിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഭരണാധികാരിയാണ് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ്. ട്രംപിൻ്റെ ഏറ്റവും വലിയ വിമർശകനാര് എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ് പാപ്പയാണ്. അത്തരത്തിലുള്ള എല്ലാവരെയും അകറ്റി നിർത്തുന്ന, എല്ലാവരെയും പുറത്താക്കുന്ന ആ നയമല്ല അദ്ദേഹത്തിൻ്റേത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ആശ്ലേഷിക്കുന്ന നയമാണ്. അതാണ് സാഹോദര്യത്തിൻ്റെ സമീപനം. അദ്ദേഹം യൂറോപ്പിലേക്ക് ഉള്ള ഈ അഭയാർത്ഥികൾ, സിറിയയിൽ നിന്നും മറ്റും വരുന്നവരെ, അവർക്ക് വേണ്ടി യൂറോപ്പ് വാതിലുകൾ അടയ്ക്കരുത് എന്ന് പരസ്യമായി പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വത്തിക്കാനിൽ മാത്രമല്ല മറ്റ് പല യൂറോപ്യൻ നഗരങ്ങളിലും കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ അവർക്ക് അഭയാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാപ്പയാണ്. അപ്പോൾ അദ്ദേഹം സംസാരം മാത്രമല്ല പ്രവൃത്തിയുമുണ്ട്. ആ പ്രവൃത്തിയെ ജ്വലിപ്പിക്കുന്നത് ഈ സംസാരത്തിൻ്റെ പരിശുദ്ധിയാണ്, പാവനത്വമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പാപ്പ പെട്ടെന്നുണ്ടാവില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മറ്റ് പലതരത്തിലുള്ള പാപ്പമാരെ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഞാൻ തന്നെ സമീപകാലത്തെ പാപ്പമാരുടെ പേരുകൾ പറഞ്ഞു. ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് നമുക്ക് പ്രിയങ്കരരായ പാപ്പമാരായിരുന്നു. ജോൺ പോൾ രണ്ടാമനും ജോൺ 23-ാമനും ഒക്കെ ഉൾപ്പെടെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റേത്, ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം അത് അവിസ്മരണീയമായ, വിസ്മയജനകമായ ഒരു അനുഭവമായി ലോകത്തിന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാപ്പയ്ക്ക് നമ്മൾ അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ, അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇനി ഇതുപോലെ ഒരു പാപ്പയെ ഈ ലോകത്തിന്, നമുക്ക് സമകാലിക ലോകത്തിന് കിട്ടുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കിട്ടുമായിരിക്കാം, കിട്ടില്ലായിരിക്കാം. പക്ഷെ ആര് വന്നാലും ഇനി ഈ ഫ്രാൻസിസ് പാപ്പ തെളിച്ച വഴിയിൽ നിന്ന്
വളരെ ഏറെ വിഭിന്നമായി മറ്റൊരു വഴി കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം സുവിശേഷത്തിന്, യേശുവിൻ്റെ സുവിശേഷത്തിന് ഒരു പുതിയ ഭാഷ്യം, ഒരു പുതിയ വിശദീകരണം നൽകിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഒരു ഈ ലോകത്തെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്താണ് എന്ന് പഠിപ്പിച്ചത്. ഇതിൻ്റെ ചോദ്യങ്ങൾ പോലും സുവിശേഷത്തിൽ യേശു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരെയും അകറ്റി നിർത്തുന്നവരെക്കുറിച്ച്, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ സഭയ്ക്ക് സ്വീകാര്യരല്ലാത്ത വ്യക്തികൾ, അവരെക്കുറിച്ച് പോലും എന്താ ഈ പാപ്പ പറഞ്ഞത്? വിധിക്കാൻ ഞാൻ ആര് എന്നാണ്. മഗ്ദലന മറിയെന്ന പാപിനിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അന്ന് യേശു പറഞ്ഞതും അതുതന്നെയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നാണ്. പക്ഷെ എല്ലാവരെയും വിധിക്കുകയാണ്, നമ്മൾ വിധിയാളരാവുകയാണ്, നമ്മളെല്ലാവരെയും ശിക്ഷിക്കാൻ നോക്കുകയാണ്. അതായിരുന്നില്ല ഫ്രാൻസിസ് പാപ്പയുടെ നയം. ആ നയത്തിൻ്റെ ആ പരിശുദ്ധി അതാണ് ലോകത്തെ ആകർഷിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ കത്തോലിക്കർ മാത്രമല്ലല്ലോ, ഇതര മതസ്ഥർ അവരും എത്ര സ്നേഹാദരത്തോടെയാണ് ഈ പാപ്പയെക്കുറിച്ച് പറയുന്നത്, ഈ പാപ്പയെക്കുറിച്ച് അവർ ഓർമ്മിക്കുന്നത്. അത് ലോകത്തിന് കിട്ടിയ, ഈ കാലത്ത് നമ്മുടെ ജീവിതകാലത്ത് കിട്ടിയ അതിമഹത്തായ, അത്ഭുതകരമായ, വിശുദ്ധമായ വരദാനമായി തന്നെ ഫ്രാൻസിസ് പാപ്പയെ നമുക്ക് കാണേണ്ടി വരും. തീർച്ചയായും നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയത് ചർച്ചയിലേക്ക് വേണം. ഫാദർ പോൾ തേലക്കാട്ട്, വലിയ ഇടയൻ പറയുന്നത് അജഗണങ്ങൾ എത്രമാത്രം കേൾക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ആലോചിക്കണമല്ലോ. ഇപ്പോൾ ഈ പാപ്പ ഹോപ്പ് എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അദ്ദേഹം സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് ജെറുസലേം സന്ദർശിക്കുന്നത്. ജെറുസലേം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ബത്ലഹേമിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഈ ഇസ്രായേലിന്റെ അപ്പാർത്തൈഡ് വോള് കാണുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം സെക്യൂരിറ്റി വിഷയങ്ങളൊക്കെ മറന്ന് അവിടെ ഇറങ്ങി അദ്ദേഹം ആ മതിലിൽ നെറ്റ് ചേർത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു പലസ്തീൻ ജനതയുടെ ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ സമാധാനത്തിന് വേണ്ടി വത്തിക്കാൻ ഗാർഡനിൽ 2 ലോക നേതാക്കളെയും വിളിച്ച് ഒരു ഒലീവിന്റെ തൈ നടുന്നതൊക്കെ. ലോക സമാധാനത്തിന് വേണ്ടിയും മതവൈരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അങ്ങേയറ്റം നല്ല നിലപാടെടുത്ത ആളായിരുന്നു. പക്ഷെ നോക്കൂ, ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെയുള്ള അജഗണങ്ങളുടെ കാര്യം എടുക്കൂ. ഇപ്പോൾ സഭാ ചിഹ്നങ്ങളുടെ പേരിട്ടിട്ടുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ തേലക്കാട്ടച്ഛനെ പോലും ജിഹാദികൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പാപ്പയെ എത്രമാത്രം കേട്ടിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കേൾക്കും എന്നുള്ളതൊരു ചിന്താ വിഷയമാണോ? തീർച്ചയായിട്ടും വലിയൊരു ചിന്താവിഷയം, ആകുലതയുടെ വിഷയവുമാണത്. വെറും ചിന്തയുടെ വിഷയമല്ല, ആകാംക്ഷയും ഭയവും ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ സഭയിലും സഭയ്ക്കകത്തും പുറത്തും ഈ വലതുപക്ഷ തീവ്രവാദം വളരുന്നത് എന്നത് വളരെ ആകുലമായി ചിന്തിക്കേണ്ടതാണ്. ഞാൻ മരിച്ചു പോകാനിടയുള്ള ഒരു വയസ്സനാണ്. എന്നിരുന്നാലും എനിക്ക് ശേഷവും ഇവിടെ മനുഷ്യർ സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണിത് പറയുന്നത്. ഈ മാർപ്പാപ്പയെ കേൾക്കുന്നതിൽ കേരളത്തിലെ സഭ എത്ര കണ്ട് വിജയിച്ചു, എത്രമാത്രം കേട്ടു എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. സ്ത്രീകളെ മാനിക്കണം, പുരുഷന്മാർക്ക് തുല്യമായി സ്ത്രീകളെ മാനിക്കണം, പെൺകൊണ്ടകളുടെയും കാലുകൾ കഴുകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. മാർപ്പാപ്പ പറഞ്ഞ ആത്മകഥയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പാരമ്പര്യം എന്ന് പറയുന്നത് അടുപ്പിലെ ചാരമല്ല, ചാരത്തിൽ ഒളിഞ്ഞെടുക്കുന്ന തീയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ചാരാരാധന നടത്തരുതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നിസ്സാര കാര്യത്തിന് തല്ലിടുന്ന ഒരു സഭയാണ് കേരളത്തിലെ സഭ. എന്നാൽ ഗൗരവമായ കാര്യങ്ങൾ വിഴുങ്ങുകയാണോ എന്ന ആശങ്കയും എന്നെപ്പോലുള്ള മനുഷ്യർക്കുണ്ട് എന്നും പറയുന്നു. ഇവിടെയാണ് എങ്ങനെയാണ് മറ്റ് മതസ്ഥരോട്, മറ്റ് സമൂഹങ്ങളോട് വെറുപ്പുണ്ടാക്കി വളർത്തുന്നത് എന്നുള്ള വിഷയം നമ്മെ എല്ലാം ആകുലപ്പെടുത്തേണ്ടതാണ്. സാറ് തന്നെ ഇവിടെ പറഞ്ഞൊരു സഭയുടെ ഒരു സംഘടനയുടെ പേരൊക്കെ അതൊന്നും പറയാൻ പോലും എനിക്ക് മനസ്സില്ല. കാരണം വെറുപ്പ് വളർത്താൻ നമ്മുടെ സഭയുടെ അധികാരികൾ പോലും കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ആകുലതയോടെ ചിന്തിക്കാനും പ്രാർത്ഥനാപൂർവം പരിഗണിക്കാനും നമ്മൾ തയ്യാറാകണം എന്ന് വിനീതമായി എനിക്ക് പറയാനുണ്ട്. ഈ മാർപ്പാപ്പ നല്ല മനുഷ്യനായിരുന്നു, മനുഷ്യൻ്റെ നന്മ മഹത്വകരമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരാ. ഈ മനുഷ്യൻ പറഞ്ഞത്, ജീവിതം കൊണ്ട് പഠിപ്പിച്ചത്, പറഞ്ഞ എല്ലാവരെയും പഠിപ്പിച്ചത്, ഒരു പ്രശ്നം സങ്കീർണമായി സ്തംഭിത്തലിലേക്ക് പോകാതെ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കണം. പറഞ്ഞു തീർക്കാൻ പാടില്ലാത്തൊരു പ്രശ്നവും ലോകത്തിലില്ല എന്നും, സംഘട്ടനമല്ല, ഹെഗേലിയൻ വാറല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വഴി, മറിച്ച് സംഭാഷണത്തിലൂടെ
അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സിൻ്റെ വഴി ഭാഷയുടെ വഴിയാണെന്ന്. ആ ഭാഷയുടെ വഴി സ്വീകരിക്കാൻ അസംബ്ലിയിലും പാർലമെൻറ്റിലും കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശത്രുവും മിത്രവുമില്ലാതെ പരസ്പരം ആദരവോടെ മാന്യമായി ചർച്ച ചെയ്ത് ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യമായി നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ള ഗൗരവമായ പ്രശ്നം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശത്തെ വെറുക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ജർമ്മനിയിൽ സംഭവിച്ച ദുരന്തങ്ങൾ ആവർത്തിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും വേദനയോടെ ധൈര്യപ്പെട്ടു പോകുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. നമ്മൾ സമീപിക്കേണ്ട വഴി ഇതല്ല. സംഭാഷണത്തിൻ്റെ വഴിയിലൂടെ മൗലികമായ കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനും ആനുഷംഗികമായ കാര്യങ്ങൾ വ്യത്യസ്തമാക്കി പലതും ചെയ്യാമെന്നും ഒക്കെയുള്ള മാർപ്പാപ്പയുടെ വിശദമായ പ്രബോധനങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മാർപ്പാപ്പയെ കേൾക്കുക, മാർപ്പാപ്പയെ വായിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആട്ടിൻപറ്റങ്ങൾ ഇടയനെ അനുസരിച്ചാൽ എല്ലാ കുഴപ്പങ്ങളും അല്ലെങ്കിൽ അസമാധാനങ്ങളും അവസാനിക്കും. ആ വലിയ ഇടയനെ കേൾക്കാനും വായിക്കാനും അജഗണങ്ങൾ എല്ലാവരും തയ്യാറാകട്ടെ എന്നത് കൂടി വിചാരിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.